ജ്യോതിസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോഗോസ് ക്വിസ് 2025 മുഴുവൻ പഠന ഭാഗങ്ങളിൽ നിന്നുമുള്ള ഓപ്ഷൻസോടുകൂടിയ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളുടെയും രണ്ടാം ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യം 1. ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാം അധ്യായം 1-ാം വാക്യം. ജെഫ്തായുടെ പിതാവ് ആര്? എ. ദോദോ, ബി. ഹില്ലേൽ, സി. മനോവ, ഡി. ഗിലയാദ്. ഉത്തരം ഡി. ഗിലയാദ്. ചോദ്യം 2. ന്യായാധിപന്മാരുടെ പുസ്തകം 12-ാം അധ്യായം 1-ാം വാക്യം. എഫ്രായിംകാർ ജെഫ്തായോട് യുദ്ധത്തിനൊരുങ്ങി എവിടേക്കാണ് ചെന്നത്? എ. തോബിലേക്ക്, ബി. ഗിലയാദിലേക്ക്, സി. സഫോണിലേക്ക്, ഡി. അയ്യാലോണിലേക്ക്. ഉത്തരം സി. സഫോണിലേക്ക്. ചോദ്യം 3. ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായം 2-ാം വാക്യം. സോറായിലെ മനോവ ഏതു ഗോത്രക്കാരനായിരുന്നു? എ. ബെഞ്ചമിൻ ഗോത്രം, ബി. ദാൻ ഗോത്രം, സി. ഗാദ് ഗോത്രം, ഡി. മനാസെ ഗോത്രം. ഉത്തരം ബി. ദാൻ ഗോത്രം. ചോദ്യം 4. ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാം അധ്യായം 2-ാം വാക്യം. ആരെ തനിക്ക് വിവാഹം ചെയ്തു തരണം എന്നാണ് സാംസൺ മാതാപിതാക്കന്മാരോട് പറഞ്ഞത്? എ. ഫിലിസ്ത്യ യുവതിയെ, ബി. ബത്ലഹേംകാരിയെ, സി. അമ്മോന്യ യുവതിയെ, ഡി. ഗാസാക്കാരിയെ. ഉത്തരം എ. ഫിലിസ്ത്യ യുവതിയെ. ചോദ്യം 5. ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായം 1-ാം വാക്യം. സാംസണെ ഭാര്യയുടെ ശയനമുറിയിൽ പ്രവേശിക്കാൻ അനുവദിക്കാതിരുന്നത് ആര്? എ. ഭാര്യ, ബി. സഹോദരി, സി. മാതാവ്, ഡി. പിതാവ്. ഉത്തരം ഡി. പിതാവ്. ചോദ്യം 6. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 2-ാം വാക്യം. സാംസൺ സൊയ്രിണിയുടെ അടുക്കൽ ഉണ്ടെന്നറിഞ്ഞ് അവിടം വളഞ്ഞതാര്? എ. സോറേക്ക് നിവാസികൾ, ബി. ഗാസ നിവാസികൾ, സി. തിമ്ന നിവാസികൾ, ഡി. ലേഹി നിവാസികൾ. ഉത്തരം ബി. ഗാസ നിവാസികൾ. ചോദ്യം 7. ന്യായാധിപന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 2-ാം വാക്യം. മിക്കായുടെ അമ്മയുടെ എത്ര വെള്ളി നാണയങ്ങളാണ് നഷ്ടപ്പെട്ടിരുന്നത്? എ. 1000 വെള്ളി നാണയങ്ങൾ, ബി. 1600 വെള്ളി നാണയങ്ങൾ, സി. 1100 വെള്ളി നാണയങ്ങൾ, ഡി. 1200 വെള്ളി നാണയങ്ങൾ. ഉത്തരം സി. 1100 വെള്ളി നാണയങ്ങൾ. ചോദ്യം 8. ന്യായാധിപന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 2-ാം വാക്യം. സോറായിൽ നിന്നും എഷ്താവോലിൽ നിന്നും ദേശം ഒറ്റുനോക്കുന്നതിനായി എത്ര പേരെയാണ് ദാൻ ഗോത്രക്കാർ അയച്ചത്? എ. 12 പേരെ, ബി. 5 പേരെ, സി. 3 പേരെ, ഡി. 2 പേരെ. ഉത്തരം ബി. 5 പേരെ. ചോദ്യം 9. ന്യായാധിപന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 2-ാം വാക്യം. ബത്ലഹേംകാരിയായ ഉപനാരി ലേവ്യനോട് പിണങ്ങി പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരികെ പോയി താമസിച്ചത് എത്ര മാസം? എ. 4 മാസം, ബി. 3 മാസം, സി. ഏകദേശം 4 മാസം, ഡി. ഏകദേശം 3 മാസം. ഉത്തരം സി. ഏകദേശം 4 മാസം. ചോദ്യം 10. ന്യായാധിപന്മാരുടെ പുസ്തകം 20-ാം അധ്യായം 2-ാം വാക്യം അനുസരിച്ച് ജനപ്രമാണികളും ഇസ്രായേൽ ഗോത്രങ്ങളിലെ നേതാക്കന്മാരും ഏത് സഭയിലാണ് ഹാജരായത്? എ. ഗോത്രസഭയിൽ, ബി. ദൈവജനത്തിൻ്റെ സഭയിൽ, സി. ഇസ്രായേലിൻ്റെ സഭയിൽ, ഡി. ലേവ്യരുടെ സഭയിൽ. ഉത്തരം ബി. ദൈവജനത്തിൻ്റെ സഭയിൽ. ചോദ്യം 11. ന്യായാധിപന്മാരുടെ പുസ്തകം 21-ാം അധ്യായം 2-ാം വാക്യം. ഇസ്രായേൽക്കാർ എവിടെ എത്തിയാണ് സായാഹ്നം വരെ ദൈവസന്നിധിയിൽ ഉച്ചത്തിൽ കൈപ്പോടെ കരഞ്ഞത്? എ. ബേഥേലിൽ, ബി. ബത്ലഹേമിൽ, സി. മിസ്പായിൽ, ഡി. ഗിബെയായിൽ. ഉത്തരം എ. ബേഥേലിൽ.
ചോദ്യം 12. പ്രഭാഷകൻ്റെ പുസ്തകം 41 അധ്യായം 1 വാക്യം. അല്ലലില്ലാതെ എന്തുള്ളവനാണ് മരണത്തെപ്പറ്റി ഓർക്കുന്നത് അരോചകമാകുന്നത്? എ. എല്ലാ സന്തോഷങ്ങളും. ബി. എല്ലാ അനുഗ്രഹങ്ങളും. സി. എല്ലാ ഐശ്വര്യങ്ങളും. ഡി. സമ്പത്തുള്ളവന്. ഉത്തരം സി. എല്ലാ ഐശ്വര്യങ്ങളും. ചോദ്യം 13. പ്രഭാഷകൻ്റെ പുസ്തകം 42 അധ്യായം 2 വാക്യം. അപരാധനെ എന്തു ചെയ്യുന്നതിലാണ് നീ ലജ്ജിക്കുകയോ മറ്റുള്ളവരെ ഭയന്ന് പാപം ചെയ്യുകയോ അരുതാത്തത്? എ. ശിക്ഷിക്കുന്നതിൽ. ബി. ന്യായം വിധിക്കുന്നതിൽ. സി. കാരാഗൃഹത്തിൽ അടയ്ക്കുന്നതിൽ. ഡി. കുറ്റം വിധിക്കുന്നതിൽ. ഉത്തരം ഡി. കുറ്റം വിധിക്കുന്നതിൽ. ചോദ്യം 14. പ്രഭാഷകൻ്റെ പുസ്തകം 43 അധ്യായം 1 വാക്യത്തിൽ പറയുന്ന മഹനീയ ദൃശ്യം എന്ത്? എ. ആകാശവിതാനം. ബി. സ്വർഗം. സി. ഉദയസൂര്യൻ. ഡി. പൂർണ്ണചന്ദ്രൻ. ഉത്തരം ബി. സ്വർഗം. ചോദ്യം 15. പ്രഭാഷകൻ്റെ പുസ്തകം 44 അധ്യായം 2 വാക്യം. കർത്താവ് ആദ്യം മുതൽ തന്നെ മഹത്തുക്കൾക്കും പൂർവ്വപിതാക്കന്മാർക്കും ഓഹരിയായി നൽകിയത് എന്ത്? എ. പ്രതാപവും മഹത്വവും. ബി. കീർത്തിയും സമ്പത്തും. സി. അനുഗ്രഹവും കൃപയും. ഡി. അവകാശവും അനുഗ്രഹവും. ഉത്തരം എ. പ്രതാപവും മഹത്വവും. ചോദ്യം 16. പ്രഭാഷകൻ്റെ പുസ്തകം 45 അധ്യായം 1 വാക്യം. ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് പാത്രമായ ഭാഗ്യസ്മരണാർഹൻ ആര്? എ. ദാവീദ്. ബി. അബ്രാഹം. സി. മോശ. ഡി. സാമുവൽ. ഉത്തരം സി. മോശ. ചോദ്യം 17. പ്രഭാഷകൻ്റെ പുസ്തകം 46 അധ്യായം 1 വാക്യം. ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഉത്തമനായ രക്ഷകനായിരുന്നത് ആര്? എ. മോശ. ബി. ജോഷുവ. സി. കാലേബ്. ഡി. അഹറോൻ. ഉത്തരം ബി. ജോഷുവ. ചോദ്യം 18. പ്രഭാഷകൻ്റെ പുസ്തകം 47 അധ്യായം 2 വാക്യം. എന്തിൽ വിശിഷ്ടമായ കൊഴുപ്പ് എന്ന പോലെയാണ് ഇസ്രായേൽ ജനത്തിൽ നിന്ന് ദാവീദ് തിരഞ്ഞെടുക്കപ്പെട്ടത്? എ. ദഹനബലിയിൽ. ബി. സുരഫില ബലിയിൽ. സി. കൃതജ്ഞതാ ബലിയിൽ. ഡി. സമാധാന ബലിയിൽ. ഉത്തരം ഡി. സമാധാന ബലിയിൽ. ചോദ്യം 19. പ്രഭാഷകൻ്റെ പുസ്തകം 48 അധ്യായം 1 വാക്യം. ആരുടെ വാക്കുകളാണ് പന്തം പോലെ ജ്വലിച്ചത്? എ. നാഥാൻ്റെ. ബി. ജെറമിയായുടെ. സി. ഏലിയായുടെ. ഡി. ഏശയ്യായുടെ. ഉത്തരം സി. ഏലിയായുടെ. ചോദ്യം 20. പ്രഭാഷകൻ്റെ പുസ്തകം 49 അധ്യായം 1 വാക്യം. ജോസിയായുടെ സ്മരണ വീഞ്ഞ് സൽക്കാരത്തിൽ എന്തുപോലെയാണ്? എ. സംഗീതം. ബി. ലഹരി. സി. തേൻ. ഡി. നൃത്തം. ഉത്തരം എ. സംഗീതം. ചോദ്യം 21. പ്രഭാഷകൻ്റെ പുസ്തകം 50 അധ്യായം 1 വാക്യം. സഹോദരന്മാർക്ക് നേതാവും ജനത്തിന് അഭിമാനവുമായിരുന്നവൻ ആര്? എ. മോശ. ബി. യൂദ. സി. ശിമയോൻ. ഡി. ജോസഫ്. ഉത്തരം സി. ശിമയോൻ. ചോദ്യം 22. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 17 അധ്യായം 1 വാക്യം. ദുഷ്പ്രേരണകൾ ആരു മൂലമുണ്ടാകുന്നുവോ അവന് എന്ത് എന്നാണ് യേശു പറഞ്ഞത്? എ. മരണം. ബി. ദുരിതം. സി. ശിക്ഷ. ഡി. നരകം. ഉത്തരം ബി. ദുരിതം. ചോദ്യം 23. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18 അധ്യായം 2 വാക്യം. ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യനെ മാനിക്കുകയോ ചെയ്യാത്ത ആരാണ് ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നത്? എ. ധനികൻ. ബി. പുരോഹിതൻ. സി. ചുങ്കക്കാരൻ. ഡി. ന്യായാധിപൻ. ഉത്തരം ഡി. ന്യായാധിപൻ. ചോദ്യം 24. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 19 അധ്യായം 2 വാക്യം.
ചുങ്കക്കാരിൽ പ്രധാനിയും ധനികനുമായ ജെറീക്കോക്കാരൻ ആര്? എ. ലേവി, ബി. സക്കേവൂസ്, സി. പൗലോസ്, ഡി. പത്രോസ്. ഉത്തരം ബി. സക്കേവൂസ്. ചോദ്യം 25. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 20-ാം അധ്യായം 1-ാം വാക്യം. യേശു എവിടെ വച്ചാണ് ജനങ്ങളെ പഠിപ്പിക്കുകയും സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്? എ. ദേവാലയത്തിൽ, ബി. സിനഗോഗിൽ, സി. മലയിൽ, ഡി. വിജനപ്രദേശത്ത്. ഉത്തരം എ. ദേവാലയത്തിൽ. ചോദ്യം 26. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം 2-ാം വാക്യം. ദരിദ്രയായ വിധവ ദേവാലയ ഭണ്ഡാരത്തിൽ നേർച്ചയിട്ടത് എന്ത്? എ. 2 വെള്ളിത്തുട്ടുകൾ, ബി. 2 നാണയങ്ങൾ, സി. 1 ചെമ്പുതുട്ട്, ഡി. 2 ചെമ്പുതുട്ടുകൾ. ഉത്തരം ഡി. 2 ചെമ്പുതുട്ടുകൾ. ചോദ്യം 27. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 2-ാം വാക്യം. യേശുവിനെ എങ്ങനെ വധിക്കാമെന്ന് അന്വേഷിച്ചുകൊണ്ടിരുന്നത് ആര്? എ. നിയമജ്ഞരും ഫരിസേയരും, ബി. പുരോഹിതന്മാരും ഫരിസേയരും, സി. പുരോഹിതന്മാരും നിയമജ്ഞരും, ഡി. ജനപ്രമാണികളും പുരോഹിത പ്രമുഖന്മാരും. ഉത്തരം സി. പുരോഹിതന്മാരും നിയമജ്ഞരും. ചോദ്യം 28. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 2-ാം വാക്യം. പീലാത്തോസിൻ്റെ മുമ്പിൽ യേശുവിൻ്റെ മേൽ ചുമത്തപ്പെട്ട കുറ്റങ്ങളിൽ പെടാത്തത് ഏത്? എ. രാജാവായ ക്രിസ്തു എന്ന് അവകാശപ്പെടുന്നു, ബി. സീസറിനെതിരെ കലാപമുണ്ടാക്കുന്നു, സി. ജനത്തെ വഴിതെറ്റിക്കുന്നു, ഡി. സീസറിന് നികുതി കൊടുക്കുന്നത് നിരോധിക്കുന്നു. ഉത്തരം ബി. സീസറിനെതിരെ കലാപമുണ്ടാക്കുന്നു. ചോദ്യം 29. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 2-ാം വാക്യം. കല്ലറയിൽ യേശുവിൻ്റെ ശരീരം കാണാതെ അമ്പരന്ന് നിന്ന സ്ത്രീകളുടെ മുമ്പിൽ തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ച് പ്രത്യക്ഷപ്പെട്ടത് ആര്? എ. 2 പേർ, ബി. 2 ദൂതന്മാർ, സി. 1 ദൂതൻ, ഡി. ഒരാൾ. ഉത്തരം എ. 2 പേർ. ചോദ്യം 30. പൗലോസ്ലീഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 2-ാം വാക്യം. പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും പൗലോസ്ലീഹ എഫേസോസുകാർക്ക് ആശംസിക്കുന്നത് എന്ത്? എ. സ്നേഹവും സമാധാനവും, ബി. കൃപയും നിത്യജീവനും, സി. കൃപയും സമാധാനവും, ഡി. സമാധാനവും നിത്യജീവനും. ഉത്തരം സി. കൃപയും സമാധാനവും. ചോദ്യം 31. എഫേസോസുകാർക്കുള്ള ലേഖനം 2-ാം അധ്യായം 2-ാം വാക്യം. ആരുടെ മക്കളിൽ പ്രവർത്തിക്കുന്ന അരൂപിയായ അന്തരീക്ഷ ശക്തികളുടെ അധീശനെ അനുസരിച്ചാണ് എഫേസോസുകാർ നടന്നിരുന്നത്? എ. സാത്താൻ്റെ, ബി. ലോകത്തിൻ്റെ, സി. വിജാതീയരുടെ, ഡി. അനുസരണക്കേടിൻ്റെ. ഉത്തരം ഡി. അനുസരണക്കേടിൻ്റെ. ചോദ്യം 32. എഫേസോസുകാർക്കുള്ള ലേഖനം 3-ാം അധ്യായം 2-ാം വാക്യം. എഫേസോസുകാർക്ക് വേണ്ടി എന്ത് കൈകാര്യം ചെയ്യാനാണ് പൗലോസ്ലീഹ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്? എ. സുവിശേഷം, ബി. ദൈവകൃപ, സി. വിശ്വാസം, ഡി. ദൈവിക നിയമം. ഉത്തരം ബി. ദൈവകൃപ. ചോദ്യം 33. എഫേസോസുകാർക്കുള്ള ലേഖനം 4-ാം അധ്യായം 2-ാം വാക്യം. പൂർണ്ണമായ വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടെ എഫേസോസുകാർ എപ്രകാരമാണ് സഹിഷ്ണുതയോടെ വർത്തിക്കേണ്ടത്? എ. വിശ്വാസപൂർവം, ബി. ദൈവഹിതപ്രകാരം, സി. നിയമാനുസരണം, ഡി. സ്നേഹപൂർവം. ഉത്തരം ഡി. സ്നേഹപൂർവം. ചോദ്യം 34. എഫേസോസുകാർക്കുള്ള ലേഖനം 5-ാം അധ്യായം 2-ാം വാക്യം. ആര് എഫേസോസുകാരെ സ്നേഹിച്ചതുപോലെ സ്നേഹത്തിൽ ജീവിക്കുവിൻ എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? എ. യേശു, ബി. കർത്താവ്, സി. ക്രിസ്തു, ഡി. പിതാവായ ദൈവം. ഉത്തരം സി. ക്രിസ്തു. ചോദ്യം 35. എഫേസോസുകാർക്കുള്ള ലേഖനം 6-ാം അധ്യായം 2-ാം വാക്യം. എന്ത് കൈവരുന്നതിനു വേണ്ടിയാണ് മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കേണ്ടത്? എ. സമ്പത്ത്, ബി. നന്മ, സി. ഐശ്വര്യം, ഡി. കീർത്തി.
ഉത്തരം ബി. നന്മ. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈശോയുടെ നാമത്തിൽ നന്ദി, നമസ്കാരം.